الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اذكروا الله ذكرا كثيرا وسبحوه بكرة وأصيلا. هو الذي يصلي عليكم وملائكته ليخرجكم من الظلمات إلى النور وكان بالمؤمنين رحيما. تحيتهم يوم يلقونه سلام وأعد لهم أجرا كريما. يا أيها النبي إنا أرسلناك شاهدا ومبشرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا. وبشر المؤمنين بأن لهم من الله فضلا كبيرا. ولا تطع الكافرين والمنافقين ودع أذاهم وتوكل على الله وكفى بالله وكيلا. صدق الله العظيم. കണ്ണായ നബിയേ കൽബായ നബിയേ കണ്ണിൽ കണ്ടെങ്കിൽ കനകം റസൂലേ മുത്തായ നബിയേ സത്തായ നബിയേ മുത്ത് ഹബീബോരെ മുത്താൻ കൊതിയേ. കണ്ണായ നബിയേ കൽബായ നബിയേ കണ്ണിൽ കണ്ടെങ്കിൽ കനകം റസൂലേ മുത്തായ നബിയേ സത്തായ നബിയേ മുത്ത് ഹബീബോരെ മുത്താൻ കൊതിയേ. മക്ക മടുത്തട്ടിൽ വന്ന നിലാവ് മാതാവ് ആമീന ബീബിയുടെ പൂവ് മൊത്തം കൊടുക്കാൻ ഉപ്പായുമില്ല. മക്ക മടുത്തട്ടിൽ വന്ന നിലാവ് മാതാവ് ആമീന ബീബിയുടെ പൂവ് മൊത്തം കൊടുക്കാൻ ഉപ്പായുമില്ല. മുത്ത് നബിയേ ഈ ലോകമെല്ലാം മൊത്തം കൊടുക്കാൻ ഉപ്പായുമില്ല. മുത്ത് നബിയേ ഈ ലോകമെല്ലാം മൊത്തം കൊടുക്കാൻ ഉപ്പായുമില്ല. മുത്ത് നബിയേ ഈ ലോകമെല്ലാം. കണ്ണായ നബിയേ കൽബായ നബിയേ കണ്ണിൽ കണ്ടെങ്കിൽ കനകം റസൂലേ മുത്തായ നബിയേ സത്തായ നബിയേ മുത്ത് ഹബീബോരെ മുത്താൻ കൊതിയേ. പുണ്യ മദീനയിൽ തോല പാടി പുണ്യം ചൊരിഞ്ഞവർ സ്വാഗതമോദി. പുണ്യ
പൊന്നാരമുത്ത് റസൂലിൻ്റെ വീട് പുണരാൻ മലക്കോകൾ ഇറങ്ങുന്ന കൂട്. പൊന്നാരമുത്ത് റസൂലിൻ്റെ വീട് പുണരാൻ മലക്കോകൾ ഇറങ്ങുന്ന കൂട്. കണ്ണായ നബിയേ കൽബായ നബിയേ കണ്ണിൽ കണ്ടെങ്കിൽ കനകം റസൂലേ. മുത്തായ നബിയേ സത്തായ നബിയേ മുത്ത് ഹബീബോരെ മുത്താൻ കൊതിയേ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, മാതാപിതാക്കളെ, കൂട്ടുകാരെ, ഞാൻ ഇന്നിവിടെ പറയാൻ പോണ അള്ളാഹു ഭൂമിയിലേക്ക് അയച്ച മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചാണ്. മുഹമ്മദ് നബി ജനിച്ച മാസമാണല്ലോ ഈ കഴിഞ്ഞു പോയ റബീഉൽ അവ്വൽ. ഈ കൂട്ടുകാർക്കെല്ലാവർക്കും ഇഷ്ടമല്ലേ നബിയുടെ കഥകൾ കേൾക്കാൻ? എന്നാൽ ഞാനൊരു കഥ പറയാൻ. ഒരിക്കൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബിമാരും ഒരു സദസ്സിൽ ഇരിക്കുകയായിരുന്നു. അതിനിടയിൽ ഒരു യാചകൻ കയറി വന്നു. ആ യാചകൻ ചോദിച്ചു, വല്ലതും തരണേ നബിയെ, എൻ്റെ കയ്യിലൊന്നുമില്ല. നബി ചോദിച്ചു, എന്തിനാ ഇങ്ങനെ യാചിക്കുന്നേ? താങ്കളുടെ കയ്യിലൊന്നുമില്ലേ? ഇല്ല നബിയെ. എന്നാലും എന്തെങ്കിലും കാണുമല്ലോ. ആ നബിയെ, എൻ്റെ കയ്യിലൊരു പതപ്പും ഒരു വെള്ളിപ്പാത്രം മാത്രമേ ഉള്ളൂ. നബി പറഞ്ഞു, അതിങ്ങ് എടുത്തോണ്ട് വന്ന്. അങ്ങനെ ആ യാചകൻ വീട്ടിൽ പോയി ആ പതപ്പും ആ വെള്ളിപ്പാത്രവും എടുത്തോണ്ട് വന്നു. നബി ചോദിച്ചു, ഇതാർക്കാണ് വിലക്ക് വാങ്ങാൻ തയ്യാറുള്ളത്? ഒരു സഹാബി കൈപൊക്കി, ഇത് ഞാൻ 2 ദിർഹമിന് വാങ്ങാൻ നബിയെ. ആ പുതപ്പും ആ വെള്ളിപ്പാത്രവും ആ സഹാബിക്ക് നൽകി. ആ 2 ദിർഹം ആ യാചകനും നൽകി. നബി പറഞ്ഞു, ഇതിൽ 1 ദിർഹം കൊണ്ട് വീട്ടാവശ്യം നടത്തുക, ബാക്കിയുള്ള 1 ദിർഹം കൊണ്ട് മഴ മേടിച്ച് കാട്ടിൽ പോയി വിറക് വെട്ടി ജീവിക്കുക. അങ്ങനെ ആ യാചകൻ സന്തോഷത്തോടെ മടങ്ങിപ്പോയി. 2 ആഴ്ച കഴിഞ്ഞ് ആ യാചകൻ നബിയുടെ അരികിൽ വരുമ്പോൾ ആ യാചകന് 10 ദിർഹം ഉണ്ടായിരുന്നു. നബി പറഞ്ഞു, അതിൽ കുറച്ചെടുത്ത് വീട്ടാവശ്യം നടത്തുക, ബാക്കിയുള്ളത് ഒരു വെള്ളിപ്പാത്രവും ഒരു പുതപ്പും മേടിക്കുക. യാചനയിൽ നിന്ന് മോചനം കിട്ടിയ യാചകൻ സന്തോഷത്തോടെ മടങ്ങിപ്പോയി. കൂട്ടുകാർക്കെല്ലാവർക്കും ഇപ്പം എന്താ മനസ്സിലാക്കാം? യാചന ഇസ്ലാം പ്രോത്സാഹിപ്പിക്കത്തില്ല, മറിച്ച് അധ്വാനിച്ച് ജീവിക്കാനാണ് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. ഞാൻ എൻ്റെ കൊച്ചു കഥ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും. Next item, serial number 5. Serial number 5, Muhammad Ayan Ismail, storytelling. Assalamu alaikum. Once upon a time there was a little thief. She was stealing people's stories. One day she will ask she want to borrow them, but she don't return back to them.
One day in night, she saw people's picnicking. So she thinks she want to steal one of their bags, but she got red-handed. After the Makkah finish, Prophet ﷺ was still there. When Prophet ﷺ go, the people take the thief to the Prophet ﷺ. When the Prophet ﷺ they reached, Prophet ﷺ said to punish her, first we go to her family. When we go to their family, we asked, we have to punish her. When we punish her, but their parents say no, because she's a little girl. So we didn't punish her and go to the Prophet ﷺ to not punish her. But Prophet ﷺ say no. So we go to the Prophet ﷺ's grandson. When we go to the Prophet ﷺ's grandson, we asked, we need to stop all of these punishing, saying to the peoples to, when you're sleeping, check if peoples are trying to steal your jewelries. And when in night, trying to Prophet ﷺ's grandson go to the Prophet ﷺ and say we have to stop all of this and stop punishing peoples. We have to say all of the peoples to, when you're sleeping, get eye on peoples. And Prophet ﷺ say why? Because we have to check if thieves are stealing things. When we looking, everything worked. Because Prophet ﷺ go at night and say all of the peoples to, when you're sleeping, check is the thieves coming to steal your jewelries. And everything worked and nothing happening, no more thieves. And this is today's Islamic story of thieves stealing people's jewelries. Assalamu alaikum. Next, serial number 6, Aisha Zona. Action song. Aisha Zona. Assalamualaikum. I love Muhammad. He loves Muhammad. She loves Muhammad. Sallallahu alayhi wasallam. He taught us how to pray, how to make wudu, and never say the lie, and always say the truth. I love Muhammad. He loves Muhammad. She loves Muhammad. Sallallahu alayhi wasallam. He told us always to smile, help those in need, be kind to your parents. These are all good deeds. I love Muhammad. He loves Muhammad. She loves Muhammad. Sallallahu alayhi wasallam. Be good to your neighbors. Be good to your elders. Be good to the animals and plants. I love Muhammad. He loves Muhammad. She loves Muhammad. Sallallahu alayhi wasallam. Assalamu alaikum. Next, serial number 3, Abrin Hirz. Storytelling. Abrin Hirz, storytelling.
ഹൽ 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 ഹലോ കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു കൊച്ചു പ്രവാചക കഥയുമായിട്ടാണ്. കഥയുടെ പേര് പ്രവാചകനും അനാഥാബാലനും. ഒരു പെരുന്നാൾ ദിവസം ഒരു അനാഥാബാലൻ മറ്റു കുട്ടികളോടൊപ്പം സന്തോഷപൂർവ്വം കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ അവരെല്ലാം മടങ്ങിപ്പോയി. പള്ളികളിലേക്കും വീടുകളിലേക്കും. തനിക്കും അവരെ പോലെ പോകാൻ കഴിയുന്നില്ലല്ലോ എന്നോർത്ത് സങ്കടപ്പെട്ട് കരയുമ്പോഴാണ് നമ്മുടെ മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അതിലെ വന്നത്. കരയുന്ന കുട്ടി കണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നെട്ടി. എന്ത്, ഈ കുട്ടി എന്താ ഇവിടെ? അവൻ കുളിച്ചിട്ടില്ല, കീറിയ വസ്ത്രങ്ങളാണ് അണിഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടീൻ്റെ അടുത്ത് ചെന്ന് ചോദിച്ചു, മോൻ എന്താ കരയുന്നത്? നീ പള്ളിയിൽ പോകുന്നില്ലേ? കുട്ടി കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എനിക്ക് പുതിയ വസ്ത്രമില്ല, ഭക്ഷണം തരാനും ആരുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ണീർ പൊടിഞ്ഞു. പാവം കുട്ടി, അവൻക്ക് മാതാപിതാക്കൾ ഉണ്ടാവില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവനെ സ്നേഹപൂർവ്വം വാരിയെടുത്ത് തുരുതുര ഉമ്മച്ചു. വീട്ടിലേക്ക് കൊണ്ടുപോയി ഭാര്യയോട് പറഞ്ഞു, ആയിഷ, ഇന്ന് നമുക്ക് വലിയ അഗതിയുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ പുറത്തുനിന്നപ്പോൾ ഈ അനാഥാ ബാലനെയാണ് കണ്ടത്. ഈ അനാഥാ ബാലനെ കണ്ട് മനസ്സലിഞ്ഞ് ആയിഷ റളിയല്ലാഹു അൻഹ ഓടിച്ചെന്നു അതിനെ ഉമ്മച്ചു. ഇതിനെ കുളിപ്പിച്ചു, വസ്ത്രങ്ങൾ അണിയിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്ദരനായ കുട്ടീനാണ് പെരുന്നാൾ നിസ്കാരത്തിന് പോയത്. പിന്നെ തിരിച്ചു വന്നത് ഭക്ഷണം കഴിച്ചതും കൂടെ തന്നെ. ഒരു അനാഥ കുട്ടിയോട് നബി താങ്കൾക്കുണ്ടായിരുന്ന സ്നേഹമാണ് നാം കണ്ടത്. അതേപോലെ തന്നെയായിരുന്നു റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റു കുട്ടികളോട് പെരുമാറിയിരുന്നത്. ഇന്ന് നമ്മളെ നാട്ടിലുണ്ട് കുറേ അനാഥ കുട്ടികൾ. അവർക്കുമുണ്ട് ഭക്ഷണം കഴിക്കാനും വസ്ത്രങ്ങൾ അണിയാനും സ്കൂളിലും മദ്രസയിലും പോകാനും ആഗ്രഹം. പക്ഷേ മാതാപിതാക്കൾ ഉണ്ടാകത്തോണ്ട് അവർക്കൊന്നും കഴിയുന്നില്ല. നമ്മെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന സഹായം ചെയ്യണം. അനാഥകളെ വീട്ടിൽ വെച്ച് ഭക്ഷണം കൊടുക്കണം. യതീം ഖാനയിലേക്ക് പണവും മറ്റും നൽകണം. അങ്ങനെയാണ് നമുക്ക് അവരെ സഹായിക്കാൻ കഴിയുക. അപ്പം എൻ്റെ കൊച്ചാലിൽ നിങ്ങൾ നല്ലൊരു പാഠം പഠിച്ചു ഞാൻ കരുതുന്നു. അപ്പം എൻ്റെ കൊച്ചാലയുടെ അവസാനിക്കാൻ പോകുകയാണ്. അസ്സലാമു അലൈക്കും. സലാമു അലൈക്കും. ഉപ്പാവുമ്മാതിലും മേലെ ഇഷ്ടം എൻ്റെ നബിയോട്. ഉപ്പാവുമ്മാതിലും മേലെ ഇഷ്ടം എൻ്റെ നബിയോട്. ലാ യുമിനു അഹദും ബില്ലാ
ഇല്ലാ ബിഹുബ്ബി റസൂലില്ലാ. ഉപ്പ ഉമ്മ അതിലും മേലെ ഇഷ്ടം എൻ്റെ നബിയോട്. ഉപ്പ ഉമ്മ അതിലും മേലെ ഇഷ്ടം എൻ്റെ നബിയോട്. ആ എൻ്റെ പ്രേമഗാനം കേൾക്കുയാ ഹബീബേ. എൻ്റെ പ്രേമഗാനം കേൾക്കുയാ ഹബീബേ. കൽബുള്ളൊരാശ നിറയുന്ന നേശ കതിതൊരിൽ തോഹാവേ. കൽബുള്ളൊരാശ നിറയുന്ന നേശ കതിരൊളി തോഹാവേ. പ്രണയാതുരണ ഞാൻ പാടും പാട്ടില കാമുകനോ നബിയേ. പ്രണയാതുരണ ഞാൻ പാടും പാട്ടില കാമുകനോ നബിയേ. അങ്ങേക്കരായിരം സമ്മാനമായി അങ്ങിലേക്ക് വരട്ടെ ഞാൻ. അങ്ങേക്കരായിരം സമ്മാനമായി അങ്ങിലേക്ക് വരട്ടെ ഞാൻ. ഉപ്പ ഉമ്മ അതിലും മേലെ ഇഷ്ടം എൻ്റെ നബിയോട്. ഉപ്പ ഉമ്മ അതിലും മേലെ ഇഷ്ടം എൻ്റെ നബിയോട്. ലാ യുമിനു അഹദും ബില്ലാഹ് ലാ യുമിനു അഹദും ബില്ലാഹ് ഇല്ലാ ബിഹുബ്ബി റസൂലില്ലാഹ്. ഉപ്പ ഉമ്മ അതിലും മേലെ ഇഷ്ടം എൻ്റെ നബിയോട്. ഉപ്പ ഉമ്മ അതിലും മേലെ ഇഷ്ടം എൻ്റെ നബിയോട്. ആ കവികൾ പാടി പാടി കവിത ഇനിയും ബാക്കി. കവികൾ പാടി പാടി കവിത ഇനിയും ബാക്കി. പടുപ്പുകളെല്ലാം കവികളും നാലും എഴുതിത്തീരില്ല. പടുപ്പുകളെല്ലാം കവികൾ നാലും എഴുതിത്തീരില്ല. നബിയുടെ വരെ നിങ്ങൾക്കല്ലേ ഫിർദൗസ്. നബിയുടെ മദ്ഹിലടിഞ്ഞവരെ നിങ്ങൾക്കല്ലേ ഫിർദൗസ്. അങ്ങേക്കരായിരം സമ്മാനമായി അങ്ങിലേക്ക് വരട്ടെ ഞാൻ. അങ്ങേക്കരായിരം സമ്മാനമായി അങ്ങിലേക്ക് വരട്ടെ ഞാൻ. ഉപ്പ ഉമ്മ അതിലും മേലെ എൻ്റെ നബിയോട്. ഉപ്പ ഉമ്മ അതിലും മേലെ ഇഷ്ടം എൻ്റെ നബിയോട്. ലാ യുമിനു അഹദും ബില്ലാഹ് ലാ യുമിനു അഹദും ബില്ലാഹ് ഇല്ലാ ബിഹുബ്ബി റസൂലില്ലാഹ്. ഉപ്പ ഉമ്മ അതിലും മേലെ ഇഷ്ടം എൻ്റെ നബിയോട്. ഉപ്പ ഉമ്മ അതിലും മേലെ ഇഷ്ടം എൻ്റെ നബിയോട്. അസ്സലാമു അലൈക്കും. Dear parents, teachers and my dear friends, Assalamu alaikum. Today on this beautiful occasion of Milad an-Nabi sallallahu alaihi wasallam, the Prophet sallallahu alaihi wasallam is the last messenger of Allah. He was born in Quraysh, plain in Makkah. People in Makkah called him Al-Amin. We have to learn his Quran and his traditions. Assalamu alaikum.
السلام عليكم يا من صليت بكل الأنبياء يا من في قلبك رحمة للناس يا من ألفت قلوبا باللسان يا حبيبي يا شافي يا رسول الله أمي وأبي وصيتك سيدي وسلام عليك يا نبي حبيبي يا محمد أتيت بالسلام تدى محمد حبيبي يا محمد رحمة العالمين يا محمد صلى الله على وتي الأنبياء محمد محمد رحمة العالمين رحمة العالمين محمد محمد رحمة العالمين رحمة العالمين حبيبي يا محمد أتيت بالسلام تدى محمد حبيبي يا محمد رحمة العالمين يا محمد صلى الله على وتي الأنبياء السلام عليكم അസ്സലാമു അലൈക്കും. ഞാൻ ഇന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു കൊച്ചുചരിത്രം പങ്കുവെക്കാൻ പോവുകയാണ്. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വഴിയുടെ പോകുകയായിരുന്നു. ആ വഴിയിൽ ഒരു വൃദ്ധയായ സ്ത്രീ ഇരിക്കുന്നത് കണ്ടു. അവർ ആകെ ക്ഷീണിച്ചലഞ്ഞിരിക്കുകയായിരുന്നു. അവരുടെ കയ്യിൽ ഒരു വലിയ വിറകെട്ടുണ്ടായിരുന്നു. നബി അവിടത്തേക്ക് ചെന്ന് ചോദിച്ചു, എന്തിനാണ് ഇങ്ങനെ ക്ഷീണിച്ചലഞ്ഞിരിക്കുന്നത്? അവർ മറുപടി പറഞ്ഞു, എനിക്ക് ഈ വലിയ വിറകെട്ടുമായി നടന്ന് വീട്ടിലെത്താൻ കഴിയുന്നില്ല. അങ്ങനെ നബി പറഞ്ഞു, ഉമ്മ, ഞാൻ നിങ്ങളെ വീട്ടിലെത്തിക്കാം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വലിയ വിറകെട്ടെടുത്ത് സ്വന്തം തലയിലെടുത്ത് വെച്ച് അവർ വീട്ടിലേക്ക് നടന്നു. അങ്ങനെ അവർ വീട്ടിലെത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാങ്ങാൻ ആരംഭിച്ചപ്പോൾ അവർ പറഞ്ഞു, മോനെ, ഇവിടെ മുഹമ്മദ് എന്ന് പേരുള്ള ആളുണ്ട്, അയാളെ വേണോ ചീത്തയാവരുത്. ഇത് കേട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ വാക്കുകൾ കേട്ട് അവർ ഇസ്ലാം മതം സ്വീകരിക്കുകയും നബിയോട് മാപ്പ് ചോദിക്കുകയും ചെയ്തു. കൂട്ടുകാരെ, ഈ ചരിത്രത്തിൽ നിന്നും നാം മനസ്സിലാക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൻ്റെ അനുഭവമാണ്. അസ്സലാമു അലൈക്കും.
कवियोल बहा है कवियोल आशा निराश कवियोल बहा है ഉപ്പ ഉമ്മ അതിലും മേലെ ഇഷ്ടം എൻ്റെ നബിയോട് ആ ആ എൻ്റെ പ്രേമഗാനം കേൾക്കുക ഹബീബി എൻ്റെ പ്രേമഗാനം കേൾക്കുക ഹബീബി കവിയോൾ ആശ നിരാശ കവിയോൾ ബഹാ ഹേ കവിയോൾ ആശ നിരാശ ഉപ്പ ഉമ്മ അതിലും മേലെ ഇഷ്ടം എൻ്റെ നബിയോട് ലായു മിനഹദും ബില്ല ലായു മിനഹദും ബില്ല ഇല്ലാഹി ഹബ്ബ റസൂലില്ല ഉമ്മ അതിലും മേലെ ഇഷ്ടം എൻ്റെ നബിയോട് ഉപ്പ ഉമ്മ അതിലും മേലെ ഇഷ്ടം നബിയോട് ആ ആ ആ പ്രേമഗാനം കേൾക്കുക ഹബീബി എൻ്റെ പ്രേമഗാനം കേൾക്കുക ഹബീബി കവിയോൾ ആശ നിരാശ ആശ നിരാശ കവിയോൾ ഉമ്മ അതിലും മേലെ ഇഷ്ടം എൻ്റെ നബിയോട് ഉമ്മ അതിലും മേലെ ഇഷ്ടം എൻ്റെ നബിയോട് يؤمن أحدهم بالله لا يؤمن أحدهم بالله إلا برسول الله എൻ്റെ പ്രേമഗാനം കേൾക്കുക ഹബീബി എൻ്റെ പ്രേമഗാനം കേൾക്കുക ഹബീബി കവിയോൾ ആശ നിരാശ കവിയോൾ ബഹാ കവി ആശ നിരാശ കവിയോൾ ബഹാ നിരാശ കവിയോൾ ഇല്ല ആശ നിരാശ കവിയോൾ ഉപ്പ ഉമ്മ അതിലും മേലെ ഇഷ്ടം നബിയോട് ഉപ്പ ഉമ്മ അതിലും മേലെ ഇഷ്ടം എൻ്റെ നബിയോട് അസ്സലാമു അലൈക്കും അസ്സലാമു അലൈക്കും അസ്സലാമു അലൈക്കും ബിസ്മില്ലാ today I'm going to tell a story about the history of Zamzam water. Prophet Ibrahim Salam was born in a family of idol worshippers, but he understood from a very young age that there is no God worthy of worship but Allah. He always obeyed Allah's commands. One day, Allah ordered him to take his wife, Bibi Hajara, and his son Ismail to Mecca. At that time, Mecca was only a barren land. There were no trees, water, or even people. Prophet Ibrahim salam lived some trees and water and prepared to leave. When Bibi Hajara realized this, she was so alarmed as the land was so barren. She wondered how she and her baby Ismail would survive. She tried to persuade Prophet Ibrahim salam to change his mind, but he remained quiet. Finally, as he walked away, Bibi Hajara called out, "Did Allah send you his command to leave us here?" "Yes," answered Prophet Ibrahim salam.
Bibi Hajara felt comforted. She placed her own trust in Allah and said, in that case, Allah will definitely protect and take care of us. He will never neglect us. Bibi Hajara suckled a smile and survived on the dates and water left by Prophet Ibrahim alayhi salam. But eventually, the dates and water ran out. Soon, both Bibi Hajara and Ismail were thirsty. Bibi Hajara could not feed Ismail as she could not produce any more milk. She went looking out for water. She left Ismail on the ground and ran between the two hills of Safa and Marwa to look for water. She ran between the two hills for 7 times, but she did not find any water. And Ismail was crying, "Don't stop, he is hungry and thirsty." In his fretful state, Ismail was kicking the ground, and suddenly Prophet Ibrahim, Bibi Hajara noticed water flowing from the spot Ismail was kicking. Bibi Hajara carefully collected some water for herself and was soon able to feed Ismail. It was the blessed water of Zamzam, and it has not stopped flowing since. Thank you. Assalamu alaikum. Today I am going to say the story how Allah protected his house. Once upon a time, there was a king. His name was Abraha. Abraha was the king of Yemen. Nobody was coming to perform Hajj. Abraha thought he could destroy Makkah. He thought he could train his armies and elephants. And when it was the day when Abraha was going, Allah saw what Abraha was doing. Allah sent some birds with baked clay. It was rocks. The birds threw them down, and all the elephants were smashing each other, running, and Abraha fell down. That's how Allah protected his house. But the moral of the story is, Abraha thought he was the strongest man. No, nobody is stronger than Allah. And you always have to believe in Allah. Assalamu alaikum. Today I am going to say the story about how Allah saved his house. Once upon a time, there was a king. His name was Abraha. Abraha was the king of Yemen. Nobody was coming to perform Hajj. Abraha thought he could destroy Makkah. He thought he could train his armies and elephants. When it was the day, Abraha was going on his elephants. Allah saw what Abraha was doing. Allah sent some birds with rocks. It was baked clay. And the birds threw them down. That's how Allah saved his house. You know what's the moral of the story? Moral of the story is, Abraha thought he was the strongest man. Nobody is stronger than Allah. And you always have to believe in Allah. Jazakallah khairan. آمنت بالله وملائكته وكتبه ورسوله واليوم الآخر والقدر خيره وشره من الله والبعث بعد الحوم لا إله إلا الله آمنت بالله وملائكته وكتبه ورسوله واليوم الآخر والقدر خيره وشره من الله والبعث بعد الحوم لا إله إلا الله. Faith and belief, Allah and the messenger, the angels and the final day and
is the creator of heaven and the earth. Nothing may compare to him. He is the only one. The prophet, best of humankind, sent to all nations and tribes. Last of all, Muhammad, mercy to the world. La ilaha illallah, la ilaha illallah, la ilaha illallah, Muhammad Rasulullah. Assalamu alaikum. Assalamu alaikum wa rahmatullahi wa barakatuh. Respected judges, beloved parents and my dear friends. A long time ago, in the city of Medina, there lived a kind and gentle man named Prophet Muhammad sallallahu alaihi wasallam. People loved him because he was very kind and thoughtful. One day, a poor man brought a bunch of grapes to Prophet Muhammad sallallahu alaihi wasallam as a gift. Prophet Muhammad sallallahu alaihi wasallam ate 1, 2, 3 and the whole bunch of grapes by himself. He did not offer to any one of their present. The poor man who brought the grapes was very pleased and loved. One of the companions of Prophet Muhammad sallallahu alaihi wasallam asked, "O Prophet of Allah sallallahu alaihi wasallam, how come you ate all the grapes by yourself and did not offer to anyone else present here?" The Prophet Muhammad sallallahu alaihi wasallam smiled and said, "I ate all the grapes by myself because the grapes were sour. If I had offered to you, you might have made funny faces and that would have hurt the feelings of that poor man. So I thought to myself that it's better I ate all the grapes by myself and please the poor man. I do not want to hurt the feelings of that poor man." This story tells us how kind Prophet Muhammad sallallahu alaihi wasallam was. He didn't just care about himself, he cared about the heart of others too. So next time, if someone brings us a gift, even if it's not perfect, we should be thoughtful and grateful, just like Prophet Muhammad sallallahu alaihi wasallam was. It teaches us to be considerate and kind, especially when someone is doing something out of love or generosity. May Allah subhanahu wa ta'ala bless us all. Thank you. Assalamu alaikum wa rahmatullahi wa barakatuh. Rahim. Alhamdulillahi Rabbil Alameen. Wassalatu wassalamu ala Sayyidina Muhammadin Ashrafil Mursalin wa ala alihi wa sahbihi ajma'in. Amma ba'd. Respected teachers, parents and my dear friends, Assalamu alaikum wa rahmatullahi wa barakatuh. In this beautiful occasion, blessed by Prophet's birthday, let me say a few words about Muhammad Nabi sallallahu alaihi wasallam. May Allah bless us for it. Dear brothers and sisters, please listen carefully. Do you know our Prophet was raised as an orphan? His father Abdullah passed away before he was born. His mother Amina Bibi also passed away at his 6th age. Yes, dears, our Prophet was raised as an orphan. Our Prophet didn't reach the full bloom of his parents' love and care, yet he grew up as an example to all. Muhammad Nabi sallallahu alaihi wasallam said, "I will be like this in Jannah with the person who takes care of an orphan. The best house among the Muslims is where an orphan is well treated, and the worst house among the Muslims is where an orphan is badly treated." And also this word said that don't kiss your kids in front of an orphan, because they will be sad that their dad and mom left them. What I would like to say is that we should respect, love and care our parents, and we must respect, love and care our friends, and do good for everyone. May Allah guide us to do good. Having said this, I wind up my speech. Assalamu alaikum wa rahmatullahi wa barakatuh. അസ്സലാമു അലൈക്കും കുട്ടികളെ, ഞാൻ ഇന്നൊരു കഥ പറയാൻ പോവുകയാണ്.
കഥയുടെ പേരാണ് എപ്പോഴും സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സ്വഹാബി. പണ്ടൊരിക്കൽ ഒരു സ്വഹാബി ഉണ്ടായിരുന്നു. ആ സ്വഹാബി എപ്പോഴും സ്വലാത്ത് കൊണ്ടിരിക്കുന്നത് കാരണം ജൂതഗോത്രക്കാർക്ക് ഇതത്ര പിടിച്ചിരുന്നില്ല. ആ സ്വഹാബി കാട്ടിൽ പോയി വിറക് വെട്ടി നാട്ടിൽ വന്ന് വിറ്റായിരുന്നു ജീവിക്കുന്നത്. ഒരു ദിവസം ആ സ്വഹാബി കാട്ടിലോട്ടേക്ക് പ്രവേശിച്ചതും ജൂത കിങ്കരന്മാർ അദ്ദേഹത്തിനെ വളഞ്ഞു. മുഹമ്മദിനെ പരിശുദ്ധനാക്കുന്ന നിന്റെ നാവുകൾ അരിയുമെട എന്നാക്രോശിച്ച് ആ പരിശുദ്ധ നാവ് അവർ അരിഞ്ഞെടുത്തു. അത്യധികം ദുഃഖിതനായി സ്വഹാബി തിരുസന്നിധിയിലെത്തി. ആ സ്വഹാബിയുടെ വിഷമം തൻ്റെ നാവ് മുറിഞ്ഞു പോയതിലല്ലായിരുന്നു. ഇനി എങ്ങനെ ഞാൻ തിരുനബിക്ക് വേണ്ടി സ്വലാത്ത് ചെല്ലുമെന്നോർത്തായിരുന്നു. തിരുനബി അദ്ദേഹത്തിനെ ആശ്വസിപ്പിച്ചു. ശേഷം അല്പം ഉമിനീർ പരറ്റി ആ വിശുദ്ധ നാവ് അവിടെ ഉറപ്പിച്ചു കൊടുത്തു. ആ സ്വഹാബിയുടെ കണ്ണുകൾ നിറഞ്ഞു. ഇനിയും എനിക്ക് തിരുനബിയുടെ മേൽ സ്വലാത്ത് ചെല്ലാൻ കഴിയുമല്ലോ എന്നോർത്ത് ആ സ്വഹാബിയുടെ കണ്ണുകൾ നിറഞ്ഞു. അസ്സലാമു അലൈക്കും. അസ്സലാമലൈക്കും. പരിശുദ്ധ ഖുർആനും സൂക്തങ്ങളും പുണ്യ റസൂലിൻ്റെ ചര്യങ്ങളും സത്യമനസ്സിൽ പകർത്തിടുവാൻ ക്ലാസ്സിനായി പോരുന്ന കൂട്ടുകാരെ, ഇല്ല എനിക്ക് സമയമില്ല, ഗ്രൂപ്പിൽ ഞാനെന്ത് തിരക്കിലാണ്. വാട്സപ്പിൽ ഗ്രൂപ്പുണ്ട് 9 എണ്ണം, ഫേസ്ബുക്കിൽ ഫ്രണ്ട്സ് ഉണ്ട് 500 എണ്ണം. എന്തിനിടാനായി വാട്സപ്പിൽ, എന്തിനിടാനായി ഫേസ്ബുക്കിൽ? ഖുർആനും സുന്നത്തും പഠിച്ചറിഞ്ഞാൻ വിജയം ഉറപ്പാണ് പരലോകത്ത്. ഞാനിട്ട പിക്ചറിലെന്തു കിട്ടി, ലൈക്കും കമൻസ് 500 എണ്ണം. ഓണും ഉറക്കുമെന്നുമില്ല, ആവില്ല എനിക്കിനി ഫോണില്ലാത്ത. ദുനിയാവ് വിട്ട് പെരയിടുമ്പോൾ രക്ഷയ്ക്ക് റബ്ബിൻ്റെ ലൈക്ക് മതം. റബ്ബിൻ്റെ ലൈക്കാതെ നേടിടുവാൻ ഞാനും വരുന്നുണ്ട് ക്ലാസ്സിനായി. അസ്സലാമലൈക്കും. ആകാശത്തിലൊരമ്പിളിയാണോ, ആയക്കടലിലെ മുത്തുകളാണോ, ആമ്പൽ കൂളത്തിലെ താമരയോ, റസൂലുള്ള വൈദൂരക്കുന്നിലെ മഞ്ചരിയോ, ഹബീബുള്ള വർണ്ണിക്കാനാകുകയില്ലല്ലോ. വർണ്ണനയിൽ പാൽക്കടലാണോ, ബദറിനെ പരത്തിയ ബദറത്തെ നബിയെ, ബദലും അതിനും തെളിങ്ങിയ മതിയെ, ആഷിക്കിന്നൊരാശ പൂക്കളോ ഓ ഹബീബുള്ള. ആരും കൊതിക്കും തെന്നലോ, ആരും കൊതിക്കും തെന്നലോ. ആകാശത്തിലൊരമ്പിളിയാണോ, ആയക്കടലിലെ മുത്തുകളാണോ, ആയക്കടലിലെ മുത്തുകളാണോ, ആമ്പൽ കൂടത്തിലെ താമരയോ, റസൂലുള്ള വൈദൂരക്കുന്നിലെ മഞ്ചയോ, ഹബീബുള്ള വർണ്ണിക്കാനാകുകയില്ലല്ലോ. വർണ്ണനെ പാൽക്കടലാണോ, ബദറിനെ പരത്തിയ ബദറത്തെ നബി, ബദലിനു ഹദുനും തിളങ്ങിയ മതിയെ, ആഷിക്കിന്നൊരാശ പൂക്കളോ, റസൂലുള്ള ആനന്ദമേറും തെന്നലോ, ആനന്ദമേറും തെന്നലോ. ആകാശത്തിലൊരമ്പിളിയാണോ, ആയക്കടലിലെ മുത്തുകളാണോ,
ആമ്പൽക്കുളത്തിലെ താമരയോ റസൂലുള്ള വൈദൂരക്കുന്നിലമയോ ഹബീബുള്ള വർണ്ണിക്കാനാകുകയില്ലല്ലോ വർണ്ണനയിൽ പാൽക്കടലാണോ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. കാണാൻ നമ്മുടെ കണ്ണുകളിൽ കാഴ്ച ദേകിയതാരാണ്? പറയാം മറുപടി ഞാൻ അവനാണേകൻ അല്ലാഹു. കേൾക്കാൻ നമ്മുടെ കാതുകളിൽ കൈവത് നൽകിയതാരാണ്? പറയാം മറുപടി ഞാൻ അവനാണേകൻ അല്ലാഹു. ഓടിച്ചാടി നടന്നിടാം കാലുകൾ നൽകിയതാരാണ്? പറയാം മറുപടി ഞാൻ അവനാണേകൻ അല്ലാഹു. പൂവുകളെ പൂമ്പാറ്റകളെ ഭംഗിയേകിയതാരാണ്? പറയാം മറുപടി ഞാൻ അവനാണേകൻ അല്ലാഹു. അസ്സലാമു അലൈക്കും. Assalamu alaikum. Good evening, everyone. I'm Sidra from grade 1B. Today, I'm going to speak about Prophet Muhammad. Prophet Muhammad was the last and 25th prophet. Prophet Muhammad was born in Makkah on 12th of Rabiul Awal. Prophet's father's name was Abdullah and Prophet's mother's name was Amina. Prophet's father died before he was born. Prophet's mother died when he was 6 years old. Prophet's grandfather died when he was 8 years old. Prophet's grandfather's name was Abdul Muttalib. Then he lived with his uncle Abu Talib. Prophet Muhammad was also called as Al-Amin. Prophet Muhammad became a prophet when he was 40 years old. Prophet died when he was 63 years old in Medina. Thank you. അസ്സലാമു അലൈക്കും. സുബ്ഹ് ബാങ്കിൻ നേരത്ത് പലരും മദീനത്ത് പച്ച കുബ്ബ ചോട നിന്ന് അസ്സലാമയ്യേ. പാപി ഞാൻ വിദൂരയാണ്, മോഹമാം തിരുറൗളയാണ്, കരുണമന്ദിരമാമദീന കാണുവാൻ കൊതിയേ. കനവിലങ്ങു വരുന്നു വന്നാൽ കൽബ് ഞാൻ പകുത്തു നൽകാം. കാത്തിരുന്ന നിരാശയാൽ ഞാൻ പാടിയ നബിയേ. സുബ്ഹ് ബാങ്കിൻ നേരത്ത് പലരും മദീനത്ത് പച്ച കുബ്ബ ചോട നിന്ന് അസ്സലാമയ്യേ. തൂരി സീന കേറി മൂസ റബ്ബ് കണ്ടില്ല. കാബ കൗസം പോലിരുന്നു നൂറ് സല്ലല്ലാഹ്. ആ സുവർണ്ണ കാലമീനാൻ കണ്ണിൽ കണ്ടില്ല. ത്വയ്ബയിൽ പിറന്നിടാം ഞാൻ ഭാഗ്യവാനല്ല.
സുബ്ഹ് ബാങ്കിൻ നേരത്ത് പലരും മദീനത്ത് പച്ച കുബ്ബ ചോട നിന്ന് അസ്സലാമയ്യേ തോയ്ഫിൽ കരഞ്ഞു പോയു യാ റസൂലല്ലാഹ് ദേഹമിൽ മുറിവേറ്റ് പോയു നീരിടുന്നല്ലാഹ് തോയ്ഫിൽ കരഞ്ഞു പോയു യാ റസൂലല്ലാഹ് ദേഹമിൽ മുറിവേറ്റ് പോയു നീരിടുന്നല്ലാഹ് ഞാറ് പോലും നൂറിനോട് ചൊന്നു സല്ലല്ലാഹ് നാമമിൽ മികൈന്ത നാമം യാ റസൂലല്ലാഹ് ഞാറ് പോലും നൂറിനോട് ചൊന്നു സല്ലല്ലാഹ് നാമമിൽ മികൈന്ത നാമം യാ റസൂലല്ലാഹ് സുബ്ഹ് ബാങ്കിൻ നേരത്ത് പലരും മദീനത്ത് പച്ച കുബ്ബ ചോട നിന്ന് അസ്സലാമയ്യേ അസ്സലാമലൈക്കും. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, എൻ്റെ പ്രിയ കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. ഒരുപാട് കഥ കേട്ടിരിക്കുന്ന നിങ്ങളോട് ഒരു വികൃതി കഥ പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ചിലപ്പോൾ ആ സ്വഭാവം നമ്മ പലർക്കും ഉണ്ടാവേക്കാം. പക്ഷേ കാര്യം പറയുമ്പോൾ ആരും എന്നോട് ദേഷ്യപ്പെടരുത് കേട്ടോ. അപ്പോൾ കഥ തുടങ്ങാം. അങ്ങ് മദീനയിൽ മുമ്പ് ഒരു കുട്ടി ഉണ്ടായിരുന്നു. അവൻ മഹാവികൃതിയായിരുന്നു. എപ്പോഴും ഈത്തപ്പഴത്തോട്ടത്തിൽ കയറി കല്ലെറിയും. എടന്ന് വന്ന പഴങ്ങൾ തിന്ന് നാടുവിടും. അവൻ്റെ വികൃതി കൂടി കൂടി വന്നപ്പോൾ തോട്ടമുടമകൾ മാറിയിരുന്ന് അവനെ പിടികൂടി. ശേഷം മുത്തി നബിക്ക് മുന്നിൽ ഹാജരാക്കി. നബിൻ്റെ മുന്നിൽ തന്നെ കൊണ്ടുപോകുന്ന നടന്നപ്പോൾ അവൻ പേടിച്ചും വരച്ചും നബി എന്തെങ്കിലും ചെയ്യുമോ എന്ന് അവൻക്ക് പേടിയായി. അങ്ങനെ നബിൻ്റെ മുന്നിലെത്തി അവനോട് നബി കാര്യങ്ങൾ ചോദിച്ച്. കല്ലറിയാതെ അങ്ങനെ ഈത്തപ്പഴ കിട്ടില്ല എന്നായിരുന്നു അവൻ്റെ ചോദ്യം. അവൻ്റെ ചോദ്യം കേട്ട് നബിക്ക് ചിരി വന്നു. നബി അവന് അടുത്ത് വച്ച് അവൻ്റെ തലയിൽ തലോടി. എന്നിട്ട് പറഞ്ഞു, മോനെ, മരത്തിൽ കല്ലെറിയാൻ പാടില്ല. മരത്തിനും പഴത്തിനും കേടുവരുത്തും. പകത്ത പാകമാവുമ്പോൾ പഴങ്ങൾ താഴെ വരും. അപ്പോൾ എടുത്ത് കഴിക്കാം. നബിൻ്റെ സ്നേഹത്തോടുള്ള ഉപദേശം കേട്ട് അവൻക്ക് സന്തോഷമായി. അവൻ അത് സ്വീകരിച്ചു. കണ്ട കൂട്ടുകാരെ, കഥ എങ്ങനെയുണ്ട്? നിങ്ങളെല്ലാം മരത്തിൽ കല്ലെറിയാറുണ്ടോ? ഉണ്ടെങ്കിൽ അത് പാടില്ല എന്നാണ് നബി പറയുന്നത്. ആ മരത്തിന് കേടുവരുത്തും. കഴിയുമെങ്കിൽ അമ്മക്കെല്ലാവർക്കും ഒരു മരം നട്ട് പഠിപ്പിക്കാം. അസ്സലാമു അലൈക്കും. അമ്പരമിസ്കിൻ്റെ മണ അമ്പിളി പോലുള്ള മന അമ്പവൻ്റെ ഇഷ്ടദാന എൻ്റെ ഹബീബ് എൻ്റെ ഹബീബ് അമ്പരമിസ്കിൻ്റെ മണ അമ്പിളി പോലുള്ള മന അമ്പവൻ്റെ ഇഷ്ടദാന എൻ്റെ ഹബീബ് എൻ്റെ ഹബീബ് തിങ്കളിൽ ലൊതിച്ചവരെ തിങ്കളായി പിറന്നവരെ തിങ്കളിൽ ലൊതിച്ചവരെ തിങ്കളായി പിറന്നവരെ തങ്ങ ശോ
എൻ്റെ ഹബീബ്, എൻ്റെ ഹബീബ്. രണ്ട് ലോകരക്ഷതരെ ചണ്ട് പോൽ സുഗന്ധിതരെ, രണ്ട് ലോകരക്ഷതരെ ചണ്ട് പോൽ സുഗന്ധിതരെ, വിണ്ണിനാൻ സ്വലാത്ത് സലാം. ഹബീബ്, എൻ്റെ ഹബീബ്. അമ്പറമിസ്കിൻ്റെ മണ, അമ്പിളി പോലുള്ള മന, അമ്പവൻ്റെ ഇഷ്ടദന. എൻ്റെ ഹബീബ്, എൻ്റെ ഹബീബ്. അമ്പറമിസ്കിൻ്റെ മണ, അമ്പിളി പോലുള്ള മന, അമ്പവൻ്റെ ഇഷ്ടദാന. എൻ്റെ ഹബീബ്, എൻ്റെ ഹബീബ്. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. കൽബിലഞ്ഞൂടെ ഹബീബൻ കനവിൽ വന്നൂടെ, കരൾ പരിച്ചുത്തരാം നസീബെ സ്വീകരിച്ചൂടെ. കൽബിലടഞ്ഞൂടെ ഹബീബൻ കനവിൽ വന്നൂടെ, കരൾ പരിച്ചുത്തരാം നസീബെ സ്വീകരിച്ചൂടെ. കാത്തുകിടക്കാൻ ഞാൻ കനിയെ കനവിൽ വന്നൂടെ, എൻ്റെ രാവിൽ വന്നൂടെ, എൻ്റെ കൽബിലടഞ്ഞൂടെ. മദീന മുനവ്വറ മനസ്സിൻ കനകറ, മനസ്സിൻ്റെ ഉള്ളറ കൊതിക്കുമണിയറ. മദീന മുനവ്വറ മനസ്സിൻ കനകറ, മനസ്സിൻ്റെ ഉള്ളറ കൊതിക്കുമണിയറ. യാ സയ്യിദൽ വറ മിസ്കും വഅംബറ, മുത്തേണം ജൗഹറ വിളിക്കൂ ഹൈറൽ വറ. എൻ്റെ പ്രണയം അങ്ങോടാണൻ വൈകാതുന്ന വിളിച്ചിടണേ, എന്നോടുള്ള പിണക്കം മാറ്റി എൻ കടലിൽ കുളിരേകിടണേ. കൽബിലടഞ്ഞൂടെ ഹബീബൻ കനവിൽ വന്നൂടെ, കരൾ പരിച്ചുതരാം നസീബെ സ്വീകരിച്ചൂടെ. പൊന്നാര പൂമുഖം കണ്ടവരെല്ലാരും നേടിവച്ചല്ലോ ഭാഗ്യം, ഞാനെന്തൊരു ശൂന്യൻ. എത്ര കാലൻ പെണ്ണിട്ടും എൻ്റെ ഈ ജീവിതം ഒന്നാമുഖം ഞാൻ ഇല്ല നിയോനം. എൻ്റെ അനുരാഗം ഇഷമയായി റൗളയിൽ കേൾക്കാറുണ്ടല്ലോ, എന്നെ വിളിക്കാൻ ഇനിയും വൈകി ചേരുന്നു. കൽബിലടഞ്ഞൂടെ ഹബീബൻ കനവിൽ വന്നൂടെ, കരൾ പരിച്ചുതരാം നസീബെ സ്വീകരിച്ചൂടെ. അസ്സലാമു അലൈക്കും. Dear teachers and parents and my dear friends, Assalamu alaikum.
Today I would like to talk about our holy prophet Muhammad sallallahu alaihi wasallam. Prophet Muhammad sallallahu alaihi wasallam is a good husband who took care of his children. Our Prophet Muhammad sallallahu alaihi wasallam is a role model for everyone in this world who believes in Allah and the Day of Judgment. This source of light, our Prophet can lead us completely. Allah always guided him with his messengers in every second of the history and humanity of his life. And one of the most specific moves happened to the Prophet was when he went to the cave Al-Hira where he used to pray. Angel Jibril told, read. But the Prophet told, I don't know. Then Angel Jibril told again to read. Then Prophet started to read Suratul Iqra, the clothes. Then after that, Prophet went to Khadija. Then Khadija counseled him with a blanket. Then Khadija asked what happened. Then Prophet told that he saw Jibril alayhi salam at the cave Al-Hira. Khadija radiallahu was really happy because she knew our Prophet is now finally a prophet. And if we want a successful life, we should always follow our holy Prophet Muhammad sallallahu alaihi wasallam from the Quran and teachings. Thank you. Assalamu alaikum. Assalamu alaikum. മാണിക്യമലരായ പൂവി മഹദിയാം ഖദീജ ബീവി മക്കയെന്ന പുണ്യനാട്ടിൽ വിലസിടുന്നാരി ഹാത്തിമുൻ നബിയെ വിളിച്ച് കച്ചവടത്തിനയച്ച് കണ്ട നേരം കൽബിനുള്ളിൽ മോഹമുദിച്ചു കച്ചവടവും കഴിഞ്ഞ് മുത്ത് റസൂലുള്ള വന്ന് കല്യാണാലോചനയ്ക്കായി വീവി തുണിഞ്ഞു മാണിക്യമലരായ പൂവി മഹദിയാം ഖദീജ ബീവി മക്കയെന്ന പുണ്യനാട്ടിൽ വിലസിടുന്നാരി Respected judges, beloved parents, and my dear friends, Assalamu alaikum wa rahmatullahi wa barakatuh. Today, I would like to talk about an important concept in Islam, kindness and compassion. As Muslims, we are taught to be kind and compassionate in everything we know. One of the beautiful names of Allah is Ar-Rahman, which means the most merciful. This reminds us that mercy and kindness are all qualities that we should strive to have in our daily life. Prophet Muhammad sallallahu alaihi wasallam was the perfect example of kindness. He said, "Whoever is kind, Allah will be kind to them. Therefore, be kind to everyone on earth, and Allah will show mercy to you." This means that if we want Allah's mercy and blessings, we should show mercy to others. Let's look at some examples from the life of Prophet Muhammad sallallahu alaihi wasallam.
He was always gentle, even to those who mistreated him. Once a man came to him and pulled him harshly, demanding money. Instead of getting angry, the Prophet Muhammad sallallahu alaihi wasallam smiled and gave the man what he asked for. This is how we should respond when people are rude or unkind to us, with patience and kindness. Another example of Prophet Muhammad sallallahu alaihi wasallam's compassion is his love for animals. He once saw a man overworking his camel and told him to treat the animal with kindness and never to overburden it. This teaches us that kindness extends not only on people but also to animals and nature. Islam teaches us to be kind to everyone, our families, friends, neighbors, and even to strangers. The Prophet Muhammad sallallahu alaihi wasallam said, "The best of you are those who are best to their families." This means that our kindness should begin in our home with our parents, siblings, and loved ones. Kindness also includes helping those in need. Islam teaches us to be generous and give charity or sadaqah. Even a smile is considered as an act of charity in Islam. When we smile at others, we spread happiness and make the world a better place. In conclusion, kindness and compassion are at the heart of Islam. By following the examples of Prophet Muhammad sallallahu alaihi wasallam, we can make a positive difference in the world around us. Whether if it's helping those in need, being patient to others, or simply spreading kindness through a smile, we can all contribute to make the world a better place. May Allah subhanahu wa ta'ala help us to be kind and compassionate in our actions, and may He reward us with His mercy and blessings. Thank you. Assalamu alaikum wa rahmatullahi wa barakatuh. Assalamu alaikum. Uppa ummadilum mele ishtam ende nebiyode. Uppa ummadilum mele ishtam ende nebiyode. La yu'minu ahadum billah, la yu'minu ahadum billah illa bihubbi rasulillah. Uppa ummadilum mele ishtam ende nebiyode. Uppa ummadilum mele ishtam ende nebiyode. Ende പ്രേമഗാനം കേൾക്കുക ഹബീബേ, എൻ്റെ പ്രേമഗാനം കേൾക്കുക ഹബീബേ. കൽബിലുള്ളൊരാശ നിറയുന്ന നേശ കതിരുളി ത്വാഹാവേ. കൽബിലുള്ളൊരാശ നിറയുന്ന നേശ കതിരുളി ത്വാഹാവേ. പ്രണയാതുനരായി ഞാൻ പാടും പാട്ടിലെ കാമുകനോ നബിയേ. പ്രണയാതുരനായി ഞാൻ പാടും പാട്ടിലെ കാമുകനോ നബിയേ. അങ്ങേക്കൊരായിരം സമ്മാനമായി അങ്ങിലേക്ക് വരട്ടെ ഞാൻ. അങ്ങേക്കൊരായിരം സമ്മാനമായി അങ്ങിലേക്ക് വരട്ടെ ഞാൻ. ഉപ്പ ഉമ്മാതിലും മേലെ ഇഷ്ടം എൻ്റെ നബിയോട്. ഉപ്പ ഉമ്മാതിലും മേലെ ഇഷ്ടം എൻ്റെ നബിയോട്. ലാ യുഅ്മിനു
റസൂലില്ല. ഉപ്പ ഉമ്മാതിലും മേലെ ഇഷ്ടം എൻ്റെ നബിയോട്. ഉപ്പ ഉമ്മാതിലും മേലെ ഇഷ്ടം എൻ്റെ നബിയോട്. എൻ്റെ പ്രേമഗാനം കേൾക്കുക ഹബീബേ. എൻ്റെ പ്രേമഗാനം കേൾക്കുക ഹബീബേ. കവികൾ പാടി പാടി കവിത ഇനിയും ബാക്കി. കവികൾ പാടി പാടി കവിത ഇനിയും ബാക്കി. പടപ്പുകളെല്ലാം കവികളെന്നാലും എഴുതി തീരില്ല. പടപ്പുകളെല്ലാം കവികളെന്നാലും എഴുതി തീരില്ല. നബിയുടെ മദ്ഹിലലിഞ്ഞവരെ നിങ്ങൾക്കല്ലേ ഫിർദൗസ്. നബിയുടെ മദ്ഹിലലിഞ്ഞവരെ നിങ്ങൾക്കല്ലേ ഫിർദൗസ്. അങ്ങേക്കൊരായിരം സമ്മാനമായി അങ്ങിലേക്ക് വരട്ടെ ഞാൻ. അങ്ങേക്കൊരായിരം സമ്മാനമായി അങ്ങിലേക്ക് വരട്ടെ ഞാൻ. ഉപ്പ ഉമ്മാതിലും മേലെ ഇഷ്ടം എൻ്റെ നബിയോട്. ഉപ്പ ഉമ്മാതിലും മേലെ ഇഷ്ടം എൻ്റെ നബിയോട്. ലാ യുഅ്മിനു അഹദും ബില്ലാഹ് ലാ യുഅ്മിനു അഹദും ബില്ലാഹ് ഇല്ലാ ബിഹുബ്ബി റസൂലില്ലാഹ്. ഉപ്പ ഉമ്മാതിലും മേലെ ഇഷ്ടം എൻ്റെ നബിയോട്. ഉപ്പ ഉമ്മാതിലും മേലെ ഇഷ്ടം എൻ്റെ നബിയോട്. ശുക്രൻ ലക്കും. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. അഹദിൻ്റെ നൂറായി പതിമക്ക തുതിക്കുന്നു നബി ദുർ പിറക്കുന്നു. അജബിൻ്റെ ഒലിവായി പതിവായി ജലിക്കുന്നു പരിഹാരമരളുന്നു. ആമിന ബീബി ചിരിച്ച് മതിച്ച് രസിച്ച് കൊതിച്ച് റയോന് സ്തുതിച്ച് മനമൊളി സുറുറാകുന്നേ. മുത്തിൻ വജ്ഹബ് നടത്തിടുന്നേ. ഖൽബിൽ പെരുത്ത മുഹബ്ബത്താനേറെ തണവാഴ്ത്തി അൽഹംദിനുടയോനെ യാ റഹ്മാനേ. അഹദിൻ്റെ നൂറായി പതിമക്ക തുതിക്കുന്നു നബി ദുർ പിറക്കുന്നു. അജബിൻ്റെ ഒലിവായി പതിവായി ജലിക്കുന്നു പരിഹാരമരളുന്നു. ആമിന ബീബി ചിരിച്ചു മതിച്ച് രസിച്ച് കൊതിച്ച് റയോന് സ്തുതിച്ച് മനമൂളി സുറുറാകുന്നേ. മുത്തിൻ വജ്ഹബ് നടത്തിടുന്നേ. ഖൽബിൽ പെരുത്ത മുഹബ്ബത്താനേറെ തണവാഴ്ത്തി അൽഹംദിൻ ഉടയോനെ യാ റഹ്മാനേ. മലക്കുകളിറങ്ങുന്നു നബിയിൽത്ത സമയം മണിമുത്തിൻ പിറവിലാജബുകൾ പലതും. മലക്കുകളിറങ്ങുന്നു നബിയിൽത്ത സമയം മണിമുത്തിൻ പിറവിലാജബുകൾ പലതും. സവതടാകം മുത്തിരണ്ടുലാത്തെ മുർജിയും പൊട്ടിയുടന്നു നെട്ടി. കുഫ്ർ പൊട്ടി ജന്നാത്തിലെ നൂറിൽ കാരണമായ ജഹറിൻ്റെ
അഹദിൻ്റെ നൂറായി പതിമക തുതിക്കുന്നു നബി പിറക്കുന്നു അജബിൻ്റെ ഒലിവായി പതിവായി ജലിക്കുന്നു പരിഹാരമരളുന്നു ആമിന ബീബി ചിരിച്ച് മതിച്ച് രസിച്ച് കൊതിച്ച് റയോന് സ്തുതിച്ച് മനമൊളി സുറുറാകുന്നേ മുത്തൻ വജ്ഹബ് നടത്തിടുന്നേ ഖൽബിൽ പെരുത്ത മുഹബ്ബത്തനേർത്തന വാഴ്ത്തി അൽഹംദിനുടയോനെ യാ റഹ്മാനേ മുഹമ്മദ് നബി റബ്ബിൽ റഹ്മത്തായി തിളങ്ങി മുസമ്മിലായി ഖുർആനിൽ പരാമർശം വിളങ്ങി മുഹമ്മദ് നബി റബ്ബിൽ റഹ്മത്തായി തിളങ്ങി മുസമ്മിലായി ഖുർആനിൽ പരാമർശം വിളങ്ങി ആലമിൽ നബിയുടെ സലാവത്ത് ഒരു വിട്ട് ആഖിറു നബി ദുദ് ശഫാത്തിൽ ഇടപെട്ട് കോനെ സുബ്ഹാനെ നിധിയോരുടെ പാതയിൽ ചേർത്തിടനേ നബിയോട് സലാമത്തേ ഗിളം കോനെ അൽഹംദിനുടയോനെ യാ റഹ്മാനേ അഹദിൻ്റെ നൂറായി പതിമക്ക തുതിക്കുന്നു നബി പിറക്കുന്നു അജബിൻ്റെ ഒലിവായി പതിവായി ജലിക്കുന്നു പരിഹാരമരളുന്നു ആമിന ബീബി ചിരിച്ചു ഇടുന്നേ ഖൽബിൽ പെരുത്ത മുഹബ്ബത്തനേർത്തന വാഴ്ത്തി അൽഹംദിനുടയോനെ യാ റഹ്മാനേ അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. നമ്മളെ നബി മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജന്മദിനം ആഘോഷിക്കുന്ന ഇവളെ ഞാനും ഒരു കൊച്ചു കഥ പറയാം. ഒരിക്കൽ നബി തങ്ങളും സ്വഹാബികളും ഒരു സദസ്സിൽ സംസാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അതുവഴി ഒരു മനുഷ്യന്റെ മയ്യത്ത് കൊണ്ടുപോയി. ഇത് കണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എണീച്ചു നിന്നു. അപ്പോൾ സ്വഹാബികൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്, നിങ്ങൾ എന്തിനാണ് എണീച്ചിരിക്കുന്നത്? അത് ജൂത മനുഷ്യന്റെ മയ്യത്തല്ലേ? ഇത് കേട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജൂതനാണെങ്കിൽ അയാൾ ഒരു മനുഷ്യനല്ലേ? പ്രിയ കൂട്ടുകാരെ, മാനുഷിക മൂല്യങ്ങൾക്ക് ഏറ്റവും വലിയ വില തുടങ്ങുന്ന ആളായിരുന്നു നമ്മളെ നബി മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത്രയും പറഞ്ഞ് ഞാൻ എൻ്റെ കൊച്ചാത അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. Assalamu alaikum wa rahmatullahi wa barakatuh. Today I wanted to tell you about a very special place called Medina and a great person named Prophet Muhammad sallallahu alaihi wasallam. Medina is a city in Saudi Arabia and it is important in Islam. A long time ago, when Prophet Muhammad sallallahu alaihi wasallam was in Mecca, he faced many challenges. Some people did not like his teachings about love, care, and treating everyone fairly. So he and his followers moved to Medina in the year 622. When they arrived in Medina, the people welcomed them with open arms. They helped each other and created a community based on friendship, respect, and cooperation. Prophet Muhammad sallallahu alaihi wasallam taught them about love, sharing, and treating everyone fairly. He emphasized the importance of treating those in need and being good to one another. In Medina,
Prophet Muhammad ﷺ also built the first mosque called the Prophet's Mosque. This mosque became a place for prayer and gathering where people could learn more about Islam. One of the important things Prophet Muhammad ﷺ taught us to be kind and honest. He said, "The best among you are those who have the best manners." This means being kind and respectful to others is very important. Today, Medina is still a place of love and learning. Millions of people visit it every year to honor the teachings of Prophet Muhammad ﷺ and to remember his message of love and unity. So next time you think about being kind and nice to others, remember the lesson from Medina and Prophet Muhammad ﷺ. Thank you. Assalamu alaikum wa rahmatullahi wa barakatuh.